ഹായ് അസ്സലാമലൈക്കും. അപ്പം എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്താ വെച്ചാൽ പാനിപൂരി ആട്ടാ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചപ്പും പിന്നെ കുറച്ച് പുതിനയും പിന്നെ ചെറിയൊരു ഇഞ്ചിപ്പൊട്ടും ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇഞ്ചിപ്പൊട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് എടുക്കട്ടെ. പിന്നെ ഒരു കുഞ്ഞി മുളകും കുറച്ച് വലിയ മുളകും എടുത്തിട്ട് അങ്ങനെ എന്തായാലും 2 മുളക് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടണം കേട്ടോ. അങ്ങനെ പിന്നെ കറുത്ത പുളി കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും ആ പുളി അവിടെ കിടന്ന് പൊതിർന്നോട്ടെ കേട്ടോ. നമുക്ക് വേറെ പരിപാടി ഉണ്ട്. ഒന്ന് പിന്നെ ഇങ്ങനെ കയ്യിലിട്ടൊന്ന് കിളുമ്പുണ്ട്. എന്തെങ്കിലും സംഭവിച്ചില്ല വേഗം ഒന്ന് പൊതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കൊക്കെ പെട്ടെന്നുള്ള തീരുമാനങ്ങളേക്കാരം കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി തിന്നാൻ പൂതിയായപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ സമാധാനമില്ല. അപ്പോൾ പിന്നെ എന്തായാലും കൈയിട്ട് കിളുമ്പി എന്തായാലും പുളിവെള്ളം നല്ല പീഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആ പുളീനെ നല്ല പീഞ്ഞെടുത്താലേ നമുക്ക് അതായത് ഇങ്ങനെ പുളി ഇങ്ങനെ നല്ല കുറുന്നനായി കിട്ടും. നല്ല പീഞ്ഞ് ആ ഒരു പരിവാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങളെ പുളിക്കനുസരിച്ചൊക്കെ ആവാം നിങ്ങളെ ഇഷ്ടത്തിന്. എന്തായാലും ഞാൻ കുറച്ച് പുളി നല്ല പീഞ്ഞെടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ ആ പുളി വെള്ളം അവിടെ മാറ്റി വെച്ച് പിന്നെ നമ്മൾ ആദ്യം മറ്റേ അരക്കാൻ വെച്ചിരുന്നല്ല ആ സംഭവങ്ങളൊക്കെ അരച്ചിട്ട് പിന്നെ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മറ്റേ നമ്മൾ ചങ്ക കൊടുക്കുന്ന മാതിരിയൊക്കെ അതിൻ്റെ കച്ചറ മുഴുവൻ നമ്മൾ ചങ്ക കൊടുക്കുന്ന മാതിരി ഒരു ചായരും ഇതേക്കാരല്ലേ. അപ്പോൾ പിന്നെ തരിച്ചെടുത്താൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നല്ലപോലെ തരിച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് മുളക് ഇട്ടുകൊണ്ട് ഞാൻ 2 മുളക് എടുത്തിട്ടുള്ളൂ. അത് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് പീങ്ങിയതെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേമാതിരി എല്ലാം കുത്തി ചതച്ചിട്ട് അത് മാറ്റി വെക്കട്ടെ. കൈയിട്ട് ഇങ്ങനെ കിളുമ്പിയാലോ അത് നല്ല ഉടഞ്ഞ് കിട്ടും കേട്ടോ. എന്തായാലും ഉടച്ചേക്ക് പിന്നെ നമ്മൾ കുറച്ച് നമ്മളെ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞതും ചപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് നല്ല കുഴച്ചെടുക്കട്ടെ. പിന്നെ കുറച്ച് ഉപ്പിട്ടോണ്ടിട്ടാ. ഉപ്പിടാൻ ആരും മറക്കണ്ട. ഇതൊക്കെ കൂടിയിട്ട് എല്ലാം കുഴച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മളെ ഈ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ പാനിപൂരിൻ്റെ ഉണ്ട ഇനി പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഞങ്ങളെന്തായാലും റെഡിമെയ്ഡ് ആണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെള്ളങ്ങളൊക്കെ അതാട്ടോ അവിടെ. പിന്നെ നമ്മളങ്ങനെ അതിന് ഓട്ടത്തിയിട്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ 2 വെള്ളിച്ച് കുറച്ചീച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഇതേമാതിരി പെട്ടെന്ന് ഓരോ പുതിയ കരട്ട് ഇങ്ങനെ പാനിപൂരി ഉണ്ടാക്കി തന്നാൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.